ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മോൾക്ക് ചെറിയൊരു ജലദോഷവും പനിയുടെയൊക്കെ ആരംഭം. ഇവിടെ നമ്മൾക്ക് കുട്ടികൾക്ക് കഴിവതും ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ നാച്ചുറൽ റെമഡീസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇനി ഞാൻ വന്നപ്പോൾ എൻ്റെ മോള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മേ ആ മെഡിസിൻ ഒന്ന് ഉണ്ടാക്കി തരാമോ, ഇതെനിക്ക് കഴിക്കുമ്പം എൻ്റെ ചുമയ്ക്കും ഒക്കെ വളരെ ആശ്വാസമുണ്ട്, അതുകൊണ്ട് ഈ മെഡിസിൻ ഉണ്ടാക്കി തരാമോ എന്ന്. ഞാൻ 12 മണിക്കൂർ ജോലി കഴിഞ്ഞ് വന്നാണ്, എന്നാലും മോള് ചോദിച്ചപ്പം ഞാൻ പറമ്പിൽ പോയി, ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ലെമണാണ്, അതുകൊണ്ട് നല്ലതായിട്ട് നീര് കിട്ടി. ആ ലെമൺ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ പനികൂർക്കയിലയും തുളസി ഇലയും കൂടെ ഞാൻ ഈ ഫുഡ് പ്രോസസ്സിലിട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തതാണ്. അങ്ങനെ പിഴിഞ്ഞെടുത്ത ആ നീര്, പിന്നെ നമ്മുടെ ലെമണും അതിൻ്റെ നീരും, പിന്നെ നമ്മൾക്കിത് കുറച്ച് നാളിപ്പം വിൻ്ററായി കഴിയുമ്പോൾ നമുക്ക് ഈ തുളസിയിലയും പനികൂർക്കയിലയും ഒന്നും പറമ്പിൽ കാണത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് വാട്ടിയിട്ട് പിഴിഞ്ഞു വെക്കുമ്പോൾ അത് കേടാകാതെ കുറച്ച് നാൾ ഇരിക്കും. ഇപ്പം ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ വാട്ടിയൊന്നുമില്ല. അതിൻ്റെ എല്ലാ ബലവും, ഇപ്പം കൊച്ചിന് നല്ല ചുമയുണ്ട്, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ വാട്ടിയാൽ കുറവ് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വാട്ടിയില്ല. അല്ലാതെ തന്നെ അതിൻ്റെ നീര്, തുളസിയിലെ പനികൂർക്കയുടെ നീര്, ഇത് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ലെമണിൻ്റെ നീര്. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ മിക്സ് ചെയ്യും. അപ്പം രണ്ടും ഏകദേശം ഈക്വൽ എമൗണ്ടാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിനകത്തോട്ട് ഇത് തേണ്ടേ, ഞാൻ പറഞ്ഞല്ലോ പറമ്പിൽ പൊടിച്ച, അതായത് പറമ്പിൽ നിന്നുള്ള മഞ്ഞളാണിത്. എന്നിട്ട് നമ്മളിതിനെ പുഴുങ്ങാതെ ഉണക്കി പൊടിച്ചതാണ്. അതിൻ്റെ ഒരു 2 സ്പൂൺ ഇതിനകത്തോട്ട് ഇടുവാണ് ഞാൻ. അതായത് ഇത് ഏകദേശം ഈ സ്പൂണിനാണ് 2 എണ്ണം ഇടുന്നത്. 2 ഇട്ടു. എന്നിട്ട് അതുപോലെ തന്നെ ഏകദേശം ഇത് നമ്മുടെ നാട്ടിലെ ചെറുതേനാണ്. ആ തേനും കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇത് നമ്മുടെ ഹണി കുറച്ച് കൂടുതൽ ഇടുവാണ്. പിന്നെ നാട്ടിലെ നാട്ടിലെ ചെറുതേനായതുകൊണ്ട് അത്ര കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്യും. നമ്മൾ കുറേ നേരം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ എല്ലാം നന്നായിട്ട് അലിയുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇപ്പം തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിതൊരു ബോട്ടിലിനകത്ത് ഒഴിച്ചു വെക്കാം. ഇത് കുറേ നാൾ ഫ്രിഡ്ജിൽ കേടാകാതിരുന്നോളും. സാധാരണ ഇവിടെ ഒരാൾക്ക് ജലദോഷം വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കും. അപ്പം എല്ലാവരും കഴിച്ച് ഇത് തീരുന്നൊപ്പം എല്ലാവരുടെയും ജലദോഷവും ചുമയും എല്ലാം മാറുകയും ചെയ്യും. ഇനി എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ സൂക്ഷിക്കാനോ ഉണ്ടാക്കാനോ അറിയാമെങ്കിൽ പറഞ്ഞു തരിക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു സ്വന്തം ബുദ്ധിക്ക് അങ്ങ് ചെയ്യുന്നതാണ്. ചിലരിതിനകത്ത് വെളുത്തുള്ളി ഇടും, ചിലരിതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടി ഇടും, ചിലരിതിനകത്ത് ഇഞ്ചി ഇടും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാനതൊന്നും ഇടുന്നില്ല. ഇങ്ങനെ പ്ലെയിനായിട്ട് ഇത് മാത്രം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇത് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമേരിക്കൻ ഫ്രണ്ട്സും ഇതിങ്ങനെ ചെയ്യാറുണ്ട്. അവരെന്നോട് ചോദിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പലരും ചെയ്യുന്നത് ഈ പനികൂർക്കയുടെ ഇലയുടെ, അവർക്ക് ഈ പനികൂർക്കയുടെ ഇല മാത്രമേ അറിയത്തുള്ളൂ, അതിൻ്റെ നീരെടുത്ത് അവരിങ്ങനെ ലെമണും ഹണിയും കൂട്ടി കൊടുക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പനികൂർക്കയിലയും തുളസിയിലയും ലെമണും ഹണിയും മഞ്ഞൾപ്പൊടിയും ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.